അപ്പോ ഇന്ന് രാവിലെ മറ്റൊരു സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 6 വർഷത്തിന് ശേഷം 2020, 19 ആ സമയത്ത് കണ്ട ഒരു മൈനിങ് ആപ്പാണ് ഈ ഒരു പൈ എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ 6 വർഷത്തിനു ശേഷം ഇവര് ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഒട്ടനവധി എക്സ്ചേഞ്ചുകള് പൈയിന്റെ ഐഒയു ലിസ്റ്റ് ചെയ്തിട്ട് പൈ ഒഫീഷ്യലി പറഞ്ഞു. നമ്മളല്ല ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എക്സ്ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മളുമായിട്ട് കണക്കാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പൈ അതിനെ തള്ളുകയുണ്ടായി. പക്ഷേ എന്നാൽ പോലും ആ ഒരു ഐഒയു $300 വരെ കേറിപ്പോയായിരുന്നു അന്ന്. ഇന്ന് പൈയുടെ സപ്ലൈ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പൈ ഈ മാസം 20-ാം തീയതി ലിസ്റ്റ് ചെയ്യുകയാണ്. OKX വരെ അനൗൺസ് ചെയ്തു ലിസ്റ്റിംഗ്. ഇത്രയും ഹൈപ്പേറിയ ഒരു മൈനിങ് ആപ്പ് ഇതുവരെ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് ഹൈപ്പാണ്. ഏകദേശം ഒരുപാട് പേര് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി. കാരണം പൈ ഒരുപാട് പേര് പുറത്ത് വിറ്റ് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാന് വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റിൽ പലതും ചെയ്യും. വീഡിയോ ചെയ്യും. ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ പൈ ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരം മറ്റൊന്ന് കാണിച്ചു. ഞാൻ 2022 ആയപ്പോൾ പൈ ലോക്ക് ചെയ്തു 3 വർഷത്തേക്ക്. അന്ന് ഈ സ്റ്റേക്കിംഗ് എന്തോ വലിയ സംഭവമാണ്. ആനയാണ്, ചേനയാണെന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇവരാണെങ്കിൽ എനിക്ക് KYC അപ്രൂവ് ചെയ്ത് തന്നിട്ടില്ല. ഇവരെനിക്ക് KYC അപ്രൂവ് ചെയ്ത് തന്നത് 2024ലാണ്. പിന്നെ പൈയുടെ ബാലൻസ് എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ പൈയുടെ ബ്രൗസറിലാണ് നോക്കുന്നത്. പൈയുടെ ഈ ഒരു മെയിൻ നെറ്റിന്റെ ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലേന്ന് ശ്രദ്ധിക്കണം. സോ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ടോട്ടലി എത്ര ടോക്കൺ ആണോ ഇവരുടെ മെയിൻ നെറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും മാത്രമേ നിങ്ങൾക്ക് അറ്റ് പ്രസന്റ് കൈ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു ടോക്കണും കിട്ടത്തില്ല. ഇപ്പം എനിക്ക് 10 എണ്ണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുവരെ എൻ്റെ വാലറ്റിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അവിടെയും എന്നെ ഇവന്മാർ തേച്ചിട്ടുണ്ട് 11 എണ്ണം. അതിപ്പോഴും ഈ പറഞ്ഞ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് നിൽക്കുവാണ്. അത് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. 11 എണ്ണം. സോ 945 എണ്ണം എൻ്റെ ബ്രൗസറിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ബ്രൗസറിലേക്ക് പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവൈലബിൾ ബാലൻസ് 0.01 പൈയും എൻ്റെ ലോക്ക്ഡ് ബാലൻസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഹിസ്റ്ററി തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ട്രാൻസാക്ഷനിൽ. സോ എന്ത് നല്ല സമയമാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം ലിസ്റ്റിംഗ് എന്ന സമയത്ത് ഞാനിത് ലോക്കപ്പ് കൊടുത്തത് 2022, 23 മുമ്പാണ്. പക്ഷേ എനിക്ക് KYC അപ്രൂവ് ആയത് 2024. സോ 2024 അപ്രൂവ് ആയ KYC ഇനി 2027 ജനുവരി 2-ാം തീയതി വരെ എനിക്കത് ലോക്ക്ഡാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഹാപ്പി പൈ ലിസ്റ്റിംഗ്. എനിക്ക് അൺവെരിഫൈഡ് ആയത് 1289 എണ്ണം. അൺവെരിഫൈഡ്. അതായത് എൻ്റെ റെഫറൽ വെച്ചിട്ട് ചെയ്ത ആൾക്കാർ KYC ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതവിടെ പോയി കിട്ടി. പിന്നെ മൈഗ്രേറ്റഡ് ലോക്ക്ഡ് ആയിട്ട് കിടക്കുവാണ് ഈ സാധനം. എറൗണ്ട് 945 ടോക്കൺ. അത് ലോക്ക്ഡ് ആയിട്ടുണ്ട്. അത് 2027 വരെ. അന്ന് ഈ പ്രോജക്റ്റ് നിന്ന് കഴിഞ്ഞാൽ സെല്ല് ചെയ്യാം. അങ്ങനെ ഒഫീഷ്യലി പൈയുടെ കോർ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 8 AM UTCക്ക് ഫെബ്രുവരി 20-ാം തീയതി പൈ ലിസ്റ്റ് ചെയ്യുവാണ്. സോ പൈ ആരൊക്കെ ചെയ്യുന്നുണ്ട്? ആരൊക്കെ ഇപ്പോഴും പൈ ചെയ്യുന്നുണ്ട്? കുറേ പേര് സെല്ല് ചെയ്തു. $1 ഒക്കെ കിട്ടിയപ്പോൾ, $30 കിട്ടിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ പണ്ട് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം ഓരോ ആൾക്കാർ വന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ബ്രോ പൈ ചെയ്യുന്നുണ്ടോ? എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അവരെ തന്നെ അന്ന് 30,000, 40,000, 50,000 ഒക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്ന് ഒരുപാടായിരുന്നു മൈനിങ് റേറ്റും കാര്യങ്ങളും. ഞാൻ ഒരുപാട് പേരെടുത്ത് ചെയ്യാനും പറഞ്ഞതാണ്. ഇനി എന്തായാലും ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വേൾഡ് മൊത്തം ഇത്രയും ഹൈപ്ഡ് ആയ ഒരു പ്രോജക്റ്റ് ഞാൻ അധികം കണ്ടിട്ടില്ല. 6 വർഷം എടുത്തു ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളും. ലിസ്റ്റിങ്ങും ഇത്രയും താമസിച്ച ഒരു പ്രോജക്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും ഞാൻ വിൽക്കാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എനിവേ നിങ്ങളുടെ കയ്യിൽ എത്ര പൈ ഹോൾഡ് ചെയ്യുന്നുണ്ട്? നിങ്ങളത് വിൽക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഇത് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ.